ഞാൻ വന്ന് നോക്കിയപ്പോൾ ഭൂമി വിൽക്കുക. ഒരു പണിയില്ലാത്ത എൻ്റെ ഒരു ദിവസം ഇതേപോലെ പണി അവധിയാ വിചാരിച്ചത്. ഹലോ എവ്രിവൺ, ദിസ് ഈസ് മൈ വെരി ഫസ്റ്റ് ലൈഫ് ടൈം വ്ളോഗ് ഇൻ മൈ ചാനൽ. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ പെട്ടെന്നാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. വെറുതെ ഒരു പണി ഇല്ലാണ്ടിരിക്കില്ല, എന്നാൽ പിന്നെ ഒരു വ്ളോഗ് അങ്ങ് എടുത്തേക്കാമെന്ന്. വീഡിയോ കുറച്ച് എസ്തെറ്റിക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കട്ട മാറ്റിയപ്പോൾ എൻ്റെ കണ്ണടിച്ചു പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, നേരത്തെയും കാലത്ത് എണീക്കണം. അലാറം വെച്ചത് ഓർമ്മയുണ്ട്, പക്ഷെ അലാറം അടിച്ചിട്ടുണ്ടോയെന്ന് എനിക്കൊരു ഓർമ്മയില്ല. പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട് രാവിലെ എണീറ്റ ഉടനെ മുടിയൊക്കെ കെട്ടി സുന്ദരി കുട്ടിയായിട്ടിരിക്കണമെന്ന്. ഞാനങ്ങനെ ഒരിക്കലും ചെയ്യാറുമില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആ കൊല്ലത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ ശരിയാക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ മുടി ഒന്ന് ചീവി ഒതുക്കി വെച്ചു. ഇതെൻ്റെ ആദ്യ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ എങ്ങനെ എടുക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ചെയ്ത എല്ലാത്തിൻ്റെ ഓരോ ക്ലിപ്പ് അങ്ങ് എടുത്ത് വെച്ചു. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ എന്നതാ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ബ്രഷ് ചെയ്യണം, ഞാൻ ഫേസ് വാഷ് ചെയ്യണം, അങ്ങനെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടല്ലോ, അതൊരു രസമില്ലല്ലോ. പിന്നെ ഞാൻ അതൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചുമ്മാ ഇടാമെന്ന്, അത് അത്രയും കൂടി രസം ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഈ കയറി പോകുന്നതേ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴത്തെ നിലയിലാണ് നമ്മുടെ കിച്ചണും വാഷ് ഏരിയ ടോയ്ലറ്റൊക്കെ താഴെയാണ്. മുകളിലാണ് 2 റൂമുള്ളത്, അവിടെയാണ് എൻ്റെ ചമയപ്പുരയും. അപ്പോൾ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ഇതാണ്: സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. രാത്രിയിലും ഇതൊക്കെ തന്നെയാണ്, പക്ഷേ സൺസ്ക്രീൻ മാത്രമേ ഇല്ലെന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ സൺസ്ക്രീൻ നോക്കിക്കുക, അത് തീർന്ന്. എന്നാലും എൻ്റെ അവസാന തുള്ളി വരെ ഞാൻ ഊറ്റിയെടുത്തിട്ട് ഞാനിത് കളയത്തുള്ളൂ. പുതിയതൊരെണ്ണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അത് എടുക്കാനായിട്ടില്ല. ഇതിൻ്റെ അവസാന തുള്ളി വരെ ഞാൻ എടുക്കട്ടെ, എന്നിട്ട് ഞാൻ പുതിയത് എടുക്കത്തുള്ളൂ. പിന്നെ ഇന്ന് ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല, അകത്ത് തന്നെയാണ്. എന്നാലും ഞാൻ സൺസ്ക്രീൻ ഇടും, കാരണം അല്ലേ തന്നെ എൻ്റെ മോൻ നല്ല ടാൻ അടിച്ചിരിക്കുകയാണ്. ഞാൻ ഓർത്ത ജപ്പാനിൽ വന്നിട്ട് ഞാനങ്ങ് വെളുത്തിട്ട് പാറുന്നു, പക്ഷെ അങ്ങനെയല്ല. ഇവിടെ വന്നിട്ട് എനിക്ക് കളർ കുറഞ്ഞ പോലെയാണ് തോന്നുന്നത്, എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ ഈ തപ്പുന്നത് എൻ്റെ ലിപ് ബാമാണ്, എപ്പോഴും എൻ്റെ മിസ്സാവും. ഇത് ക്യുരൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഞാനിവിടെ ജപ്പാനിൽ വന്നിട്ട് ആദ്യമായിട്ട് വാങ്ങിച്ച ലിപ് ബാമാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് ഇപ്പോൾ ഇത്. ഈ ഒരു ബ്രാൻഡും എൻ്റെ ഫേവറേറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. സൂപ്പറാണ്. എന്തായാലും വ്ളോഗൊക്കെ അല്ലേ, ചെറിയ ലിപ്സ്റ്റിക് കൂടെ ആയിക്കോട്ടെ. കുറച്ചേ ഉള്ളൂ, ലൈറ്റായിട്ട്. വീട്ടിലെല്ലാം എങ്ങും പോകുന്നില്ലല്ലോ, ലൈറ്റായിട്ട് മതി. ശരിക്കും ഈ വ്ളോഗൊക്കെ എടുക്കുന്നതിന് സമ്മതിക്കണമല്ലോ. ഫോൺ എവിടെയെങ്കിലും കൊണ്ട് ചാരി വയ്ക്കുന്നു, അത് മറിഞ്ഞു പോകുന്നു, പിന്നെയും കൊണ്ട് ചാരി വയ്ക്കുന്നു, പിന്നെ ട്രൈപോഡും കൊണ്ട് ഈ കമ്പും കോലുമായിട്ട് പോണ വഴിയിലെല്ലാം നടക്കണം. ആകെ ഒരു പണിയാണ്. പിന്നെ നല്ല രസം, എനിക്കിഷ്ടമാട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മടുക്കൂലല്ലോ. ഇത് കാണുമ്പോൾ രാവിലെ തന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യുവാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് ഞാൻ AC കൂളാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. ഒരു രക്ഷയില്ല ഇവിടുത്തെ ചൂട്. ഇപ്പോൾ ഇവിടെ സമ്മറായി കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് AC-യിലാണൊന്നും പറ്റില്ല. ഇനി രാവിലത്തെ എൻ്റെ തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. ഇത് എന്തെങ്കിലും ഫ്രൂട്ട്സ് എടുക്കും, ആപ്പിളോ അല്ലെങ്കിൽ മുന്തിരിങ്ങയോ എന്തെങ്കിലുമൊക്കെ എടുക്കും. ഇന്നിപ്പോൾ ആപ്പിളായിരുന്നു ഉണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ കുറച്ച് ഓട്സ്, ഗ്രാന്യൂൾസ്, കോൺഫ്ലേക്സ്, അങ്ങനെ എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടെ അങ്ങിടും. പിന്നെ യോഗട്ട് ഉണ്ട്, യോഗട്ട് ഇടും. പിന്നെ മിൽക്ക് കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് അടിച്ച് കയറ്റും. അതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ എൻ്റെ കെട്ടിയവനെ നിങ്ങളാരും അന്വേഷിച്ചില്ലല്ലോ, പുള്ളി ഇന്ന് ജോലിക്ക് പോയിരിക്കുകയാണ്. അതാണ് ഞാനിന്ന് ഇങ്ങനെ താളം തുള്ളി നിൽക്കുന്നത്. ഈ ഒളിഞ്ഞു നോക്കുന്നത് എന്താണെന്നോ, വഴി കൂടെ പോകുന്നവരെയാണ്. എനിക്ക് ആരെങ്കിലും അതുവഴി പോണ കാണുമ്പോഴത്തേനും ഒന്ന് ഒളിഞ്ഞു നോക്കുന്ന ഒരു വൃത്തികെട്ട ശീലമുണ്ട്. പിന്നെ അതൊക്കെ കഴിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിരിപ്പാണ്. ഇപ്പോൾ എന്താ ആലോചിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ക്ലോക്കിനെ നോക്കിയിരിക്കുകയാണ്. മണി 12:30 ആവാനായി. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഊണ് കാലാക്കണമല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്നതാ ഉണ്ടാക്കേണ്ടതെന്ന് അറിയത്തില്ല. ആകെ ഒരു സ്ലോ മൂഡാണ് ഇന്ന്. പിന്നെ ഞാൻ തേരാപ്പാര നടക്കണ നേരെ അടുക്കളയിലോട്ട് കയറി സവാള അരിയാണ്. പോർക്ക് കറി വെക്കാമെന്ന് ഓർത്തു. എല്ലാവരെയും പോലെ തന്നെ സവാള ഞാനും തമ്മിൽ അത്ര നല്ല ടേംസിലല്ല. സവാള അരിയുന്നതിൻ്റെ അടുത്തോടെ പോയാൽ മതി, ഞാൻ അവസാനം കരച്ചിലായിരിക്കും. ഇന്നിപ്പോൾ കിട്ടിയവനുണ്ടായിരുന്നു, ഉറപ്പായിട്ട് ഞാൻ കിട്ടിയതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുള്ളായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കരങ്ങനെ. പണ്ടൊക്കെ ഞാൻ ഓർത്തുകൊണ്ടിരുന്ന സവാള അരിഞ്ഞ് ശീലമില്ലാഞ്ഞിട്ടാണ്, അടുക്കള കയറി ശീലമില്ലാഞ്ഞിട്ടായിരിക്കും. കുറച്ചൊക്കെ കഴിയുമ്പോൾ പയ്യെ അങ്ങ് മാറിക്കോളുന്നു. പക്ഷെ ഇപ്പോൾ ഇത്രയും നാളായില്ലേ, എന്നിട്ട് ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴും ഞാനിത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ ചോറ് വിട്ടായിരുന്നു. പിന്നെ ആ കലം കണ്ടോ, നാട്ടിൽ നിന്ന് കെട്ടി വന്നപ്പോൾ അമ്മ കൊടുത്തു വിട്ടാണ് കേട്ടോ. ഇപ്പോൾ അതിലാണ് ഞാൻ ചോറൊക്കെ വെക്കുന്നത്. ഇവിടെ ഇങ്ങനത്തെ കലമൊന്നും കിട്ടാനില്ലായിരുന്നു ഞാൻ വന്നപ്പം. പിന്നെ പോർക്ക് കറി വെച്ച് എനിക്ക് അത്ര ശീലമില്ല. ആകെ 1-2 തവണ ഞാൻ വെച്ചിട്ടുള്ളൂ. അതിന് പ്രത്യേക മസാല ഉണ്ടല്ലോ, പോർക്ക് മസാല, അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് കൈ കിട്ടിയ മസാലകളെല്ലാം എടുത്ത് വാരി വലിച്ചിടുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ കുറേ സ്പൂണായല്ലോ എന്നായിരിക്കും അല്ലേ, പക്ഷേ അതൊരു ചെറിയ സ്പൂണാണ്. എത്ര ഇട്ടാലും ഒന്നും ആകത്തില്ല. ഇനി ഞാൻ പോർക്ക് കഥ പറയാം. ഞാൻ സത്യം പറഞ്ഞു, ഈ പോർക്ക് കൈകൊണ്ട് തൊടില്ലാത്ത സാധനമായിരുന്നു. എനിക്കെൻ്റെ സ്മെല്ലേ ഇഷ്ടമില്ലായിരുന്നു. ഞാനാണ് ഇപ്പോൾ ഈ പോർക്ക് കറി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ എന്ത് കഴിച്ചാലും അതിനെല്ലാം പോർക്കുണ്ടായിരിക്കും. പക്ഷേ പോർക്കുണ്ടെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ കഴിക്കുന്നത്, അറിയാണ്ട് തന്നെ ഞാൻ കഴിച്ചു പോകുന്നതാണ്. പക്ഷേ അത് കഴിക്കുമ്പോൾ എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പോർക്കാണ് കഴിക്കുന്നതെന്ന് പോലും ഞാൻ അറിയാറുമില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ പോർക്കിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കഴിക്കാൻ. അതിന് വലിയ സ്മെല്ലോ അല്ലെങ്കിൽ ടേസ്റ്റ് പ്രശ്നമോ ഒന്നും എനിക്ക് തോന്നിയില്ല. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ പോർക്ക് കറിയിൽ എത്തി നിൽക്കുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുന്നതേ, എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ തുറന്നു നോക്കിക്കൊണ്ടേ ഇരിക്കണം, അകത്ത് തന്നെ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അതിന് നേരാവണ്ണം കുക്കാവാൻ ഞാൻ അനുവദിക്കത്തേയില്ല. അതിനിടയിൽ എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞ് ഞാനൊരു ആപ്പിൾ മുറിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എൻ്റെ കൈയാണ് മുറിഞ്ഞത്. ഞാൻ കുറേ ബാൻഡേഡ് നോക്കി, എന്നിട്ട് ഒന്നും കിട്ടിയില്ല. ഒരു പെട്ടി ബാൻഡേഡ് ഞാൻ വാങ്ങിച്ചു വെച്ചത്, പക്ഷെ അത് ഉപയോഗിക്കാൻ ഇപ്പോഴാണ് എനിക്ക് അവസരം കിട്ടിയത്. അവസരം കിട്ടിയപ്പോൾ അത് ഉപയോഗിക്കാൻ ആ സാധനം കാണുന്നുമില്ല.
പിന്നെ ആ വിഷമം തീർക്കാനായിട്ട് ഞാൻ ചോറും എടുത്തുകൊണ്ടു. രാവിലെ കെട്ടിയാൻ പോകുന്ന നേരം ഒരു മുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും പിന്നെ മോരുകറിയും ഇപ്പോൾ ഉണ്ടാക്കിയ പോർക്കും ഒക്കെ കൂട്ടി അങ്ങ് ഞാനൊരു പിടി അങ്ങ് പിടിച്ചു. പിന്നെ കഴിക്കുമ്പോൾ ഞാൻ ഒന്നെങ്കിലും ഏതെങ്കിലും സീരീസ് കാണാം, അല്ലെങ്കിൽ റീൽസ് കാണാം, അല്ലെങ്കിൽ വീട്ടുകാരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്ന വണ്ടർഫുൾസ് എന്ന് പറയുന്ന സീരീസിൻ്റെ ബാക്കി കണ്ടു. ഞാൻ കഴിക്കാനിരിക്കുമ്പോൾ നാട്ടിലുള്ളവർക്ക് എങ്ങനെയാണ് തെലിപ്പതി വല്ലതും പോകുന്നുണ്ടോയെന്ന് അറിയത്തില്ല. എന്നെ കൃത്യമായിട്ട് നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റോസ് ബേബി, ഞങ്ങളുടെ സ്വന്തം റോസുമ. ഇത് ഞങ്ങളുടെ ചേട്ടൻ്റെ ചേച്ചിയുടെ കൊച്ചാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ കൊച്ചാണ്. ഇത് കണ്ട പാവം പോലെ ഇരിക്കും, ഒരു പാവമല്ല, ഇവള് ഒരു റൗഡി ബേബിയാണ്. കണ്ടില്ലേ, കഴിക്കുന്നത് കണ്ടില്ലേ, ഒന്നും കഴിക്കത്തില്ല, വായിലിരുന്ന് പുറത്ത് കളയുന്നു. അതിനൊക്കെ തെമ്മൂന്ന് എൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ വന്നപ്പോൾ എനിക്ക് ഞാൻ എന്നാ ഓർഡർ ചെയ്തതെന്ന് പോലും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ പൊട്ടിച്ച് നോക്കിയപ്പോൾ സംഭവം തന്ന് കിട്ടി. കുറേ അലുക്കലുത്ത് സാധനങ്ങളാണ്. ആദ്യത്തേത് ഇത് പിമ്പിൾ പാച്ചസ് ആണ്. എനിക്ക് വല്ലപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഓരോ പിമ്പിൾസ് വരാം. പിന്നെ ഇത് ഞാനിവിടെ അടുത്തൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അപ്പോൾ അവിടെ പോകാനായിട്ട് ഞാൻ ഗൂഗിൾസ് വാങ്ങിച്ചായിരുന്നു. അതാണിത്. അതോടെ തന്നെ സ്വിമ്മിങ് സ്യൂട്ട്, പിന്നെ ഹെഡ് ഗിയർ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നോക്കി എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി. കുറച്ച് ടൈറ്റാണെന്ന് തോന്നുന്നതിലും കുഴപ്പമില്ല. പിന്നെ ഇതൊരു നൈറ്റ് ഡ്രസ്സ് വാങ്ങിച്ചാണേ. അതിൻ്റെ കളർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു നല്ലൊരു യെല്ലോ കളർ, ഭയങ്കര ഡാർക്കല്ല, നല്ലൊരു കളർ എനിക്കിത് ഇഷ്ടപ്പെട്ടു. കണ്ടിട്ട് ചെറുതാണെന്ന് പക്ഷേ ഇട്ടപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇതെനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമായിരുന്നു, ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചതയ്ക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ അതങ്ങ് വാങ്ങിച്ചു. പിന്നെ ഇത് ഞാൻ കണ്ടപ്പോൾ ഇത് പൊട്ടയാ വന്ന് ഡാമേജ്ഡാ വന്നതെന്ന് വിചാരിച്ച് തന്നെ തന്നോ നമ്മുടെ ലാപ്ടോപ്പ് സ്റ്റാൻഡില്ലേ, അത് വെക്കുന്ന സാധനം. അപ്പോൾ പിന്നെ ഞാൻ തിരിച്ച് വളച്ചത് കറക്റ്റ് പൊസിഷൻ അലൈൻ ചെയ്തപ്പോൾ ഓക്കെ. പിന്നെ വേറെ അതിൻ്റെ അകത്ത് കിടന്ന ഈ ഒരു ഗുളിക പോലത്തെ അതെനിക്ക് മനസ്സിലായില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് മറ്റേ ടിഷ്യൂ ആണ്. ഇതൊരു മുട്ടായി പോലെ ഇരിക്കുവേ, വെള്ളം നനച്ച് കഴിയുമ്പോൾ അത് ടിഷ്യൂ ആയിട്ട് മാറും, അങ്ങനത്തെ ഒരു സംഭവം. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് പോയി കുളിച്ചു, ഒന്ന് ഫ്രഷായി. സാധാരണ ഞാൻ ഹെയർ ഡ്രയർ ഒന്നും യൂസ് ചെയ്യാറില്ല, മുടി തന്നെ ഉണക്കാനാണ് വിടുന്നത്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഉണക്കാൻ വിട്ടു. അന്നേരമാണത് സംഭവിച്ചത്. കേസിപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഞാൻ വീഡിയോ എടുക്കുമല്ലായിരുന്നോ, അതിനിടയ്ക്ക് പെട്ടെന്ന് ഫോണിൽ നിന്നൊരു സൈറൻ കേട്ടു. ഞാൻ വന്ന് നോക്കിയപ്പോൾ ഭൂമി എർത്ത് ഇപ്പോൾ ഉടനെ ഒരു സഡൻ എർത്ത് വരും എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. ഞാൻ ആ സൈറൻ കേട്ടതും ഈ ഡെസ്കിൻ്റെ അടിയിൽ കയറിയതു. ഇതിങ്ങനെ കിടന്ന് കുലുങ്ങല മീൻസ് ഇങ്ങനെ ആടുവാ. അപ്പേ ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതുവരെ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ മനസ്സിൽ എപ്പോഴും ആഗ്രഹമല്ല, ഇതുവരെ എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അവിടെ ഇങ്ങനെ എങ്ങനെയാണെന്ന് അറിയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ ശാന്തമായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തു. ഫോൺ ഇവിടെ ഇങ്ങനെ ട്രൈപ്പോഡ് ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ അകത്തിരിക്കുക. ഞാൻ അത് ചാടി എടുത്തിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുക. എന്നിട്ട് ഞാൻ ചാച്ചിപ്പിനോട് ചോദിച്ചു ഇനിയും വരുമോ എന്നൊക്കെ. അപ്പം പറഞ്ഞു എത്ര നേരം നിന്നു, ഭയങ്കരമായിട്ട് ഷേക്ക് ചെയ്തോന്നൊക്കെ എന്നോട് ചാച്ചിപ്പിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഫ്യൂ സെക്കൻഡ് ഒരു 10-15 സെക്കൻഡ് നിന്ന് കാണുമായിരിക്കും, അന്നേരം അത് പോയി. അപ്പോൾ പറഞ്ഞു ഇല്ല ഇനി ഉണ്ടാകത്തൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ ഏരിയ ഞാൻ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നല്ലേ, ഇറങ്ങിയാലോ വയ്യേ, ഇനി വരുമല്ലെന്ന് വിചാരിക്കാം അല്ലേ. അയ്യോ എൻ്റെ ക്യാമറ. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഒന്ന് ആ ഒരു സമയം നമ്മൾ ഭയങ്കര പേടിക്കും. നമുക്ക് ഇങ്ങനെ വരുന്നത്, നിങ്ങൾ പാനിക് ആവണ്ട, ഇപ്പോൾ ഒരു ചെറിയൊരു എർത്ത് വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മെസ്സേജ് വരുന്നത്. പക്ഷെ അത് കാണുമ്പം പെട്ടെന്ന് നമ്മൾ പാനിക് ആവുമല്ലോ. എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, വെപ്രാളം കാരണം എല്ലാം മറന്നുപോയില്ല. ഞാൻ വേറെ എന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്, എന്തായിരുന്നു? ഓക്കെ, ഇപ്പം കിട്ടി. അതായത് എൻ്റെ ഈ സ്ഥലത്ത് സാധാരണ ഇങ്ങനത്തെ ഭൂമികൾക്കൊന്നും ഉണ്ടായിട്ടുള്ള ഹിസ്റ്ററി, അങ്ങനെ മേജർ എർത്ത് ഹിസ്റ്ററി ഒന്നും ഉള്ള സ്ഥലമല്ല. അതുപോലെ തന്നെ സുനാമി ആണെങ്കിലും അങ്ങനെ ഒന്നും ഉള്ള സ്ഥലമല്ല. ഞാനിവിടെ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഇവിടെ ഉള്ള ആൾക്കാരോട്, നമുക്ക് പൊതുവേ ജപ്പാൻ എന്ന് പറയുമ്പോൾ ഭയങ്കര സുനാമി, എപ്പോഴും എർത്ത് അങ്ങനെ ഒരു രീതിയാണല്ലോ. ജപ്പാൻ ആക്ച്വലി അങ്ങനെയാണ്, പക്ഷേ ഇവിടെ അത് പ്രത്യേക ഏരിയാസ് ഉണ്ട്, അവിടങ്ങളിലൊക്കെ എപ്പോഴും അങ്ങനെയൊക്കെ വരും. നാട്ടിലൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഒരു അറ്റത്തും മൂലയിലും എവിടെയെങ്കിലും ചെറിയൊരു സുനാമിയുടെ അലേർട്ട് എന്തെങ്കിലും വന്നാൽ അപ്പം എനിക്ക് മെസ്സേജുകളും ഫോൺ വിളികളൊക്കെ വരും, അവിടെ എങ്ങനെയാണ് സേഫ് ആണെന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഞാൻ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് ആദ്യമായിട്ടാണ്. പക്ഷെ അത് കുറച്ച് നേരത്തെ ഞാൻ എൻ്റെ ഒരു വിശ്വാസപ്രവണത തീർക്കാൻ പറ്റില്ല എനിക്ക്. വെപ്രാളം കാരണം സ്പീഡ് കൂടുതലായിരുന്നു. ഇതുണ്ടല്ലോ ഇങ്ങനെ ആടും, കുലുങ്ങുക, ഇങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ ഒന്ന് സാധനം ഒന്ന് താഴെ പോവുക, അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഊഞ്ഞാലാടുന്ന പോലെ, അങ്ങനത്തെ ഒരു ഫീല്. ഒരു പണിയില്ലാത്ത എൻ്റെ ഒരു ദിവസം ഇതേപോലെ പണി അവധിയാൻ വിചാരിച്ചില്ല. പണി മീൻസ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഒരിക്കലും വിചാരിച്ചില്ല. അയ്യോ, എന്തായാലും ഈ വ്ലോഗ് ഞാൻ ഉറപ്പായിട്ട് എഡിറ്റ് ചെയ്യും, കാരണം ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഇത്. ഗൈസ്, ഇന്നിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അന്ന് കിളി പോയിരിക്കുന്നുള്ള ഒരു മനസ്സിലായി. ശരിക്കും ആ ഒരു വെപ്രാളൊക്കെ കാണുമ്പോൾ എനിക്കിപ്പോൾ ചിരിയായിരുന്നു. അതിന് മാത്രം വലിയ സംഭവമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അന്ന് ഞാൻ ശരിക്കും ഒന്ന് പേടിച്ചായിരുന്നു. പിന്നെ കെട്ടിയവൻ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോയ്ക്കകത്ത് വരാതിരിക്കാൻ വേണ്ടി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കെട്ടിയവനോട് ഇതെല്ലാം വലിയ ആനക്കാര്യമായിട്ട് പറഞ്ഞു, ചെറിയ കാര്യമാണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് നീട്ടി വലിച്ച് പറയത്തുള്ളൂ, അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ശരിക്കും ഞാൻ നേരത്തെ കുളിച്ചത് പോലും പൂമുഖവാതിക്കൽ സ്നേഹം എടുത്തുന്ന ഭാര്യയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഒരു 3 വിളിക്കിയപ്പോഴത്തേനും എൻ്റെ എല്ലാ കൺട്രോളും അങ്ങ് പോയി. പിന്നെ ഞാൻ വന്നിട്ട് ചായയൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ ഡിന്നറിന് ഞാൻ ചപ്പാത്തി നമ്മുടെ പോർക്ക് കറിയാണ് കഴിച്ചത്. ഈ ചപ്പാത്തിയുടെ ഷേപ്പ് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയതല്ല, ഇത് വാങ്ങിച്ചാണ്. ഫ്രോസൺ പൊറോട്ട അരിച്ച ഫ്രോസൺ ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ നമ്മളിത് എടുക്കാൻ നേരം അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ നീണ്ടു പോകും. അപ്പോൾ അതങ്ങനെ പോയി. പിന്നെ ഞാൻ ഈ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന കെട്ടിയവനെയാണ് എൻ്റെ കൂടെ വീഡിയോ വരാത്തതിന്. ഗേസ്, അപ്പം ഞാനിങ്ങനെ ഉറങ്ങി വരുമായിരുന്നു. ഞാനാണ് ഒരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അത് കണ്ട് ഇങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ അന്നേരം ജസ്റ്റ് ഒന്ന് ബൈ പറഞ്ഞിട്ട് പോകാമെന്ന് ഓർത്തു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു പണിയില്ലാത്ത എൻ്റെ ദിവസം ഇന്ന് വളരെ സംഭവബഹുലമായിട്ട് മാറി. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ, ഗുഡ് നൈറ്റ്.